ഈ നേരത്ത് ആ കുഞ്ഞിനെ താഴെ എവിടെ നോക്കിയാലും കാണില്ല. ഇപ്പോ ജിമ്മിലാണ് വരദമോളൊക്കെ ഉണ്ടാവുക. ലളിത അത് പറഞ്ഞപ്പോഴാണ് രണ്ടാമത്തെ നിലയിൽ ജിമ്മുണ്ട് എന്ന കാര്യം അന്ന് പറഞ്ഞത് ചാരുവിന് ഓർമ്മയായത്. അവൾ നേരെ അവിടേക്ക് പോയി. അപ്പോൾ വരദ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്. സരോജിനിയും പ്രഭാകരനും ആതിരയും എല്ലാം ചേർന്ന് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ സെറ്റപ്പും സരോജിനി പോലും വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നതുമെല്ലാം കണ്ട് ചാരു അത്ഭുതത്തോടെ നിന്നുപോയി. ആ വാ മോളെ, കയറ്. വാതിലിന്റെ അവിടെ തന്നെ നിൽക്കുന്ന ചാരുവിനോട് പ്രഭാകരൻ പറഞ്ഞു. വാ, വന്നൊരു കളി കളിക്ക് ചാരു. വരദ കയ്യിലിരിക്കുന്ന ഡമ്പൽ ഉയർത്തി. കളിയോ? ഇവിടെയോ? ചാരുവിന് അവരുടെ ഭാഷ തന്നെ മനസ്സിലായില്ല. അവളിതൊക്കെ കാണുന്നത് തന്നെ ആദ്യമായിട്ടായിരിക്കും. ആദ്യം ഇതിന്റെയൊക്കെ പേരും എടുക്കട്ടെ. അവൾ എന്നിട്ടല്ലേ കളിക്കുന്നത്? ഒരു വൈറ്റ് കളർ ടവൽ കൊണ്ട് മുഖത്തും കഴുത്തിലുമുള്ള വിയർപ്പ് തുടച്ച് സരോജിനി പറഞ്ഞു. എന്റെ സരോ, വർക്കൗട്ട് ചെയ്യാൻ വരുമ്പോ നീ എന്റെ പേര് പറഞ്ഞിട്ട് ഇത് കയറിയാൽ മതിയെന്ന് മിഷി നമ്മളോട് പറയില്ല. സരോജിനി അവളെ പരിഹസിച്ചത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പ്രഭാകരൻ അവൾക്കും നല്ല മറുപടി കൊടുത്തു. മോൾ എന്തായാലും ഇപ്പൊ തന്നെ ഇതിലൊന്നും വർക്കൗട്ട് ചെയ്യണ്ട. ബേസിക് ആയിട്ടുള്ള പ്രാക്ടീസിന് ശേഷമേ ഇതൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മളെ ബോഡി എഫക്ട് ചെയ്യും. എല്ലാം സമയം പോലെ വരദ പഠിപ്പിച്ചു തന്നോളും. ദേവ് എവിടെ? എഴുന്നേച്ചിട്ടില്ലേ? കല്യാണം കഴിഞ്ഞ ശേഷം അവനെ ഈ വഴിക്ക് കണ്ടിട്ടേ ഇല്ലല്ലോ. ആതിര മുഖത്ത് നിറഞ്ഞ ഗൗരവത്തോടെ ചോദിച്ചു. അവളുടെ മുഖത്തും സംസാരത്തിലും ആ ഭാവമല്ലാതെ ചാരു കണ്ടിട്ടേയില്ല. ഏട്ടനെ എഴുന്നേച്ചിട്ടില്ല. നിന്റെ കൂടെ കൂട്ടി നീ അവനെ മടിയനാക്കിയോ? സാധാരണ അവനാണ് ആദ്യം ഇവിടെ എത്തുക. ഞങ്ങളെല്ലാവരെയും വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നതും അവൻ തന്നെയായിരുന്നു. സരോജിനി, നിർത്ത്. നീ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ. ഇവൾ വന്ന ശേഷമല്ല അവൻ ഇങ്ങനെയായതെന്ന് എനിക്കും നിനക്കും ഒക്കെ നന്നായി അറിയാവുന്ന കാര്യമല്ലേ. വെറുതെ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിക്കണ്ട എന്നുണ്ടെങ്കിൽ മിണ്ടാതെ നിന്നോ. പ്രഭാകരൻ ശബ്ദമുയർത്തി. ലളിത മുഖം കോട്ടിക്കൊണ്ട് അവിടെ നിന്നും പോയി. വർക്കൗട്ട് കഴിഞ്ഞ് എല്ലാവരും അല്പസമയത്തിനുള്ളിൽ തന്നെ താഴേക്കിറങ്ങി. വരദ, ഒന്ന് നിന്നെ. പോവാനിറങ്ങിയ വരദയെ അവൾ പുറകിൽ നിന്നും വിളിച്ചു. എന്താ ചാരു, ഇപ്പൊ തന്നെ വർക്കൗട്ട് തുടങ്ങണോ? അയ്യോ വേണ്ട, എനിക്കിതൊക്കെ കണ്ടിട്ട് തന്നെ പേടിയാവുന്നുണ്ട്. പിന്നെന്താ കാര്യം? നീയല്ലേ പറഞ്ഞിരുന്നേ പഠിക്കാൻ പോകുന്നതിനൊന്നും ദേവേട്ടനൊരു കുഴപ്പം ഉണ്ടാവില്ലെന്ന്. പക്ഷേ ഞാൻ തിരിച്ച് ക്ലാസ്സിന് പോകുന്ന കാര്യം അദ്ദേഹത്തോട് ചോദിച്ചിട്ട് സമ്മതിക്കുന്നില്ല. സമ്മതിക്കുന്നില്ലെന്നോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഏട്ടൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല സപ്പോർട്ടാണല്ലോ. ഞാൻ ഒരുപാട് തവണ ചോദിച്ചു. പക്ഷേ പഠിക്കാനൊന്നും ഇനി പോവണ്ടെന്ന് തന്നെയാ അദ്ദേഹം പറയുന്നേ. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക? എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ പഠിത്തം തുടർന്നേ പറ്റൂ. പക്ഷേ ഏട്ടൻ സമ്മതിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചാരു. പിന്നെ ഒരു അവസാനത്തെ അടവുണ്ട്. അച്ഛനെ കൊണ്ട് ഏട്ടനോട് ചോദിപ്പിക്കാം. ഏട്ടന്റെ തീരുമാനങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുന്ന ഈ ലോകത്തിലെ ഒരേ ഒരാൾ അച്ഛൻ മാത്രമാണ്. വേറെ ആർക്കു മുമ്പിലും ആതിഥേയ മുട്ടുമടക്കില്ല. നീ വാ, നമുക്ക് ആ വഴിയൊന്ന് പരീക്ഷിച്ചു നോക്കാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പ്രഭാകരന്റെ അടുത്തേക്ക് പോയി. എന്താ രണ്ടും കൂടെ നീത് പരുങ്ങുന്നേ? ഉമ്മറത്തെ കസേരയിൽ പത്രവും വായിച്ചുകൊണ്ടിരുന്ന പ്രഭാകരൻ അവർ വാതിൽക്കൽ നിന്ന് തിരുവാതിര കളിക്കുന്നത് കണ്ട് ചോദിച്ചു. അച്ഛാ, ഏട്ടത്തിക്ക് എന്ത് പറയാനുണ്ടത്രേ? അയ്യോ നീ പറ വരദ പ്ലീസ്. ചാരു അവളുടെ ചെവിയിൽ പറഞ്ഞു. അവരവരുടെ കാര്യങ്ങൾ അവർ തന്നെ പറഞ്ഞാൽ അച്ഛൻ അത് കേൾക്കുകയുള്ളൂ. എന്താ ചാരുമോളെ, എന്താ പറയാനുള്ളത്? അത് പിന്നെ അച്ഛാ, എനിക്ക് തിരിച്ച് ക്ലാസ്സിന് പോകണമെന്നുണ്ടായിരുന്നു. ഓ, ഇത് പറയാനാണോ ഇങ്ങനെ നിന്ന് വയർക്കുന്നേ? അതിനിപ്പോ എന്താ, മോള് പോയിക്കോ, നല്ല കാര്യമല്ലേ. സ്റ്റഡീസ് കഴിഞ്ഞാ നമ്മുടെ കമ്പനിയിൽ തന്നെ നിനക്ക് ജോലിക്കും കയറാം. അതിനൊന്നും ഇവിടെ ആരും തടസ്സം പറയില്ല. അച്ഛാ, അത് ദേവേട്ട പോവണ്ട എന്ന് പറഞ്ഞു. അച്ഛനൊന്ന് അദ്ദേഹത്തോട് സംസാരിക്കുകയാണെങ്കിൽ. അതെന്താപ്പോ അവനെ അങ്ങനെ പറഞ്ഞേ? മോൾ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. രാവിലത്തെ ഭക്ഷണം കഴിക്കാനായി എല്ലാവരും ടേബിളിന് ചുറ്റുമിരുന്നു. അപ്പോഴേക്കും ദേവും താഴേക്കിറങ്ങി വന്നിരുന്നു. ദേവ്, നീ ചാരുമോളോട് ഇനി കോളേജിൽ പോകണ്ടെന്ന് പറഞ്ഞോ? പെട്ടെന്നുള്ള പ്രഭാകരന്റെ ആ ചോദ്യത്തിൽ അവനൊന്ന് പകച്ചുപോയി. അവൻ ചാരുവിനെ തുറിച്ചു നോക്കി. പക്ഷെ അവൾ അവനെ മൈൻഡ് ചെയ്യാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. ദേവ്, നിന്നോടാണ് ഞാൻ ചോദിച്ചത്. ആ പറഞ്ഞു. എന്താ കാരണം? അവൾ കോളേജിൽ പോകുന്നതുകൊണ്ട് നിനക്കെന്താ പ്രശ്നം? അത് പിന്നെ പെണ്ണ് പുറത്തിറങ്ങിയ അഹങ്കാരം കൂടും, അത് വേണ്ടെന്ന് കരുതിയ. വാട്ട് നോൺസെൻസ് ദേവ്, എന്നു മുതലാ നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയത്? ഇന്ത്യസ് ബെസ്റ്റ് ബിസിനസ്മാന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണോ ഇത്? ഷെയിം ഓൺ യു ദേവ്. ഛേ,
ആദ്യമായാണ് മകനെ കുറിച്ച് അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. അയാളുടെ വാക്കുകൾ ദേവിന്റെ ഹൃദയത്തിൽ വേദനയുണ്ടാക്കി. അവന്റെ കണ്ണിൽ തീ പടർന്നു. ചാരുവിനോടുള്ള ദേഷ്യമായിരുന്നു അതിൽ നിറയെ. നെക്സ്റ്റ് വർക്കിംഗ് ഡേ തൊട്ട് മോള് ക്ലാസ്സിന് പോയി തുടങ്ങിക്കോ. ഇവിടെ ആരും നിന്നെ തടയില്ല. എന്താടാ, നിനക്ക് വല്ല എതിർപ്പ് പറയാനുണ്ടോ? ഇല്ല. ദേവ അവരുടെയും മുഖത്തേക്ക് നോക്കാതെ തന്നെ മറുപടി പറഞ്ഞു. അവൻ ചായ കുടിച്ചെന്ന് വരുത്തി അവിടെ നിന്നും എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. ചാരുവിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് അവന്റെ ഉള്ളിലെന്ന് അവന്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അവൾ മുകളിലേക്ക് പോയതേയില്ല. ദേവ് ഓഫീസിലേക്ക് പോവാനുള്ള ഡ്രസ്സ് മാറ്റിക്കൊണ്ട് മുകളിൽ നിന്നും ഇറങ്ങി വന്നു. അവനെ കണ്ടതും ഹാളിൽ സോഫയിലിരിക്കുകയായിരുന്നു അവൾ അവിടെ നിന്നും എഴുന്നേറ്റു. പൂച്ചയെ കണ്ട എലിയുടെ ഭാവമായിരുന്നു അപ്പോൾ അവൾക്ക്. ഇന്ന് സൺഡേ അല്ലേ ദേവ്? ഓഫീസ് ഓപ്പൺ ആക്കുന്നുണ്ടോ? ഇല്ല, എനിക്കൊരു സൈറ്റിൽ പോവാനുണ്ട്. പിന്നെ ഇവളെയും കൊണ്ട് ഷോപ്പിംഗ് ഉണ്ട്. ദേവ് ചാരുവിനെ നോക്കി. എന്നെയും കൊണ്ടോ? അവൾ പ്രായപരമത്തോടെ ചോദിച്ചു. അതെ, വേഗം പോയി റെഡി ആയിട്ട് വാ. ഞാനില്ല, എനിക്കൊട്ടും വയ്യ, ഭയങ്കര തലവേദന. അത് സാരമില്ല, തലവേദനയൊക്കെ ഞാൻ മാറ്റിത്തരാം. നീ പോയി റെഡി ആയിട്ട് വാ. ചെല്ലു ചാരു, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടല്ലേ നിങ്ങൾ പുറത്തു പോകുന്നേ? വേറെ നിവൃത്തിയില്ലാതെ അവൾ ഡ്രസ്സ് ചെയ്യാനായി പോയി. കുറച്ചു സമയം കൊണ്ട് തന്നെ ഒരുങ്ങി വന്നു. എന്താ ഇത്, ഇങ്ങനെയാണ് നീ അവന്റെ കൂടെ പുറത്തു പോകുന്നേ? അവളുടെ ഒരു മേക്കപ്പും ചെയ്യാത്ത മുഖം കണ്ട് സരോജിനി അമർഷത്തോടെ ചോദിച്ചു. മാളിയേക്കൽ തറവാട്ടിലെ മരുമകളെ ഇങ്ങനെ വേലക്കാരികളുടെ കോലത്തിൽ കണ്ട ആളുകൾ കൈകൊട്ടിച്ചിരിക്കും. വരദ, ഇവിടെ ഒന്ന് ഒരുക്കിക്കൊണ്ടുവന്നേ. സരോജിനി മുറിയിലുള്ള വരദയെ വിളിച്ചു. അവൾ വന്ന് ചാരുവിനെ അവളുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവളുടെ മേക്കപ്പ് സാധനങ്ങൾ അടങ്ങിയ ഒരു ഷെൽഫ് തുറന്നു. ഒരു മിനി ഫാൻസി ഷോപ്പ് തന്നെയായിരുന്നു അത്. ഇന്ത്യസ് ബെസ്റ്റ് എക്സ്പെൻസീവ് ബ്രാൻഡിന്റെ എല്ലാ പ്രൊഡക്ട്സും അതിലുണ്ടായിരുന്നു. നിന്റെ അലമാരയിലും ഇതുപോലെ ഒരു ഷെൽഫ് ഉണ്ടല്ലോ, കണ്ടില്ലേ? കണ്ടു, പക്ഷെ ഇതൊന്നും എങ്ങനെയാ ഇതിന്റെയൊക്കെ ഉപയോഗിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ആ ഷെൽഫ് തുറന്നിട്ടേ ഇല്ല. ആകെ കല്യാണത്തിന്റെ അന്നാ ലിപ്സ്റ്റിക് ഒക്കെ കാണുന്നേ, അതും നന്ദുവായിട്ട് തന്നെ. നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ പെൺകുട്ടികളൊക്കെ ഉണ്ടോ? അത് നീ ജനിച്ചത് ഇവിടെ ആയതുകൊണ്ട് തോന്നുന്നതാ. ഇതൊന്നും കിട്ടാത്ത ആൾക്കാർക്ക് ഇതൊന്നും ഉപയോഗിക്കാനും അറിയുന്നുണ്ടാവില്ലല്ലോ. കിട്ടിയില്ലെങ്കിലും ഫോണിൽ വീഡിയോസ് ഒക്കെ കാണില്ലേ? എനിക്ക് വീട്ടിൽ ഫോണൊന്നുമില്ല. പിന്നെ അമ്മയുടെ അടുത്തൊരു ചെറിയ ഫോൺ ഉണ്ടായിരുന്നു, പക്ഷെ അത് സ്മാർട്ട് ഫോൺ അല്ല. അതുകൊണ്ട് ഞാൻ ഇത്തരത്തിലുള്ള ഒരു വീഡിയോസും കണ്ടിട്ടില്ല. ഹോ, വല്ലാത്തൊരു ജീവിതം തന്നെ. വരദ ലിപ്സ്റ്റിക്കും കൺമഷിയും ഐഷാഡോയും ഒക്കെ ഇട്ട് ഹെയർ സ്റ്റൈലും ഒന്ന് മാറ്റി ചാരുവിനെ സുന്ദരി കുട്ടിയാക്കി പുറത്തേക്ക് അയച്ചു. അവളെ കണ്ട ദേവ് ഒരു നിമിഷം അവളുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ തന്നെ നോക്കി നിന്നു. ഇപ്പോഴാ ഒരു മനയായത്. മുഖം മേക്കപ്പ് ഇട്ട് ഭംഗിയാക്കിയതുകൊണ്ട് കാര്യമില്ല, മനസ്സിന് സൗന്ദര്യം വേണം. ആണായാലും പെണ്ണായാലും കൂടെ ജീവിക്കുന്ന പങ്കാളിയുടെ മനസ്സറിഞ്ഞ് ജീവിക്കാൻ പറ്റണം. ആതിര വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം സോഫയിൽ വെച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. ദേവിന്റെയും അവളുടെയും ജീവിതം അത്ര സന്തോഷത്തിലില്ല എന്ന കാര്യം അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ചാരു, വാ. ദേവ് വിളിച്ചതും അവൾ പുറത്തേക്കിറങ്ങി. കാർ പോർച്ചിലുള്ള വിവിധതരം കാറുകളിൽ നിന്നും റെഡ് കളറിലുള്ള ഓടി കാർ എടുത്ത് അവർ യാത്ര തിരിച്ചു. യാത്രയിലുടനീളം ദേവ് ഒന്നും മിണ്ടിയില്ല. അവന്റെ കണ്ണുകൾ നേരെ തന്നെ നിന്നു. വളരെ വേഗത്തിൽ ഗിയർ മാറ്റിക്കൊണ്ട് അവൻ വണ്ടി മുന്നോട്ടെടുത്തു. ഈശ്വര, ഇയാളെന്നെ കൊല്ലം കൊണ്ടുപോവുകയാണോ? ചാരുവിന്റെ ഹൃദയമിടിപ്പ് കൂടി. തുടരും.